യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധക്കാരെ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധക്കാർ ഒഴിഞ്ഞു മാറാൻ തയ്യാറാകുന്നില്ല. അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഈ പ്രതിഷേധക്കാർ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവരെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? ബലം പ്രയോഗിക്കുന്നുണ്ടോ? അവിടുത്തെ ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബാലിയക്കര ടോൾ പ്ലാസയിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പുറത്തിറക്കിയത്. അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം റോഡിൽ കുത്തിയിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുണ്ട് എന്ന് പറയാം. പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയാണ്. തൃശൂർ കൊച്ചി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. KSRTC ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ കാറുകളും ഒക്കെ തന്നെ ഈ ഭാഗത്ത് തടഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റിലേക്ക് കടക്കുകയാണ്. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലമായി പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. നിരവധി പ്രവർത്തകരാണ് വൈകിട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടയുകയായിരുന്നു. ഉടൻ തന്നെ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. ശക്തമായ ജലപീരങ്കി പ്രയോഗത്തിന് പിന്നാലെയും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. തുടർന്നാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നത്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് പോലീസ്. പ്രവർത്തകരാകട്ടെ ഒരു തരത്തിലും വഴങ്ങാത്ത ഒരു സ്ഥിതിയാണ്. പലരും നിലത്ത് വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകാൻ ഇവിടെ പോലീസിന്റെ വാഹനം സന്നദ്ധമാണ്. പോലീസുകാർ അവരെ ഏതാണ്ട് 30-ലധികം പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. അപ്പോഴും പ്രവർത്തകരുടെ രോഷം അണയുന്നില്ല. അവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാലിയേക്കരയിലെ ടോൾ പ്ലാസ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. വളരെ കാലമായി ഉയരുന്ന പല പരാതികളും പരിഹരിക്കാതെ കിടക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. അതിന് പരിഹാരം തേടിയാണ് അവർ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ടോൾ പ്ലാസയിൽ കണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തുകൂടെ വാഹനങ്ങളെ പോലീസ് കടത്തിവിടുന്നുണ്ട്. പക്ഷേ അല്പസമയം മുമ്പ് വരെ വാഹനങ്ങൾ ഇവിടെ തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോഴാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വാഹനങ്ങൾ പോലീസ് കടത്തിവിട്ടത്. ഏതാണ്ട് 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 50-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ടോൾ പ്ലാസ വിഷയത്തിലും റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധം നടന്നു. ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോഴും ഈ ഭാഗത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസ വിഷയത്തിൽ വന്നു. മുഴുവൻ പ്രവർത്തകരും ഇവിടെ നിന്നും പോയിട്ടില്ല. ഈ ഭാഗത്തു നിന്നും പോയിട്ടില്ല. അവരുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം തുടരുകയാണ്. ഇനി മറ്റൊരു സംഘം ഇത്തരത്തിൽ റോഡിൽ പ്രതിഷേധത്തിന് മുതിരുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും 50-ലധികം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോലീസ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റിയിരിക്കുകയാണ്. അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് നടരാജ് പരശുരാം നൽകിയത്.